ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ ചില ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് ഒരു ജനറൽ പർപ്പസ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ടെർമിനോളജീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ പർപ്പസ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദിസ് is a low level language. See, ഒരു low level language ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. And this low level language fills the gap between machine language and high level language. Okay. ഈ സി ലാംഗ്വേജ് എന്ന് പറയുന്നത് സിസ്റ്റം പ്രോഗ്രാമിങ്ങിനാണെങ്കിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിനാണെങ്കിലും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ ജനറൽ പർപ്പസ് ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു സി ഒരു പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് ഫോളോ ചെയ്യുന്നത് പ്രൊസീജറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആയിരിക്കും. അതായത് ഇതിനകത്ത് പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്ന സ്പെസിഫിക് ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. സോ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് എൻ്റെ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു അപ്രോച്ചിൽ പ്രൊസീജറൽ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്തെ എംഫസിസ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സിലായിരിക്കും. ഓക്കെ. ഈ പ്രൊസീജറൽ അപ്രോച്ചിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ ഒരു അപ്രോച്ചിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡേറ്റ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ഡേറ്റ ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സി പോലെ തന്നെ പ്രൊസീജറൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് പാസ്കൽ, കൊബോൾ, അതൊക്കെ തന്നെയും. ഓക്കെ. നമ്മൾ സി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ സി ആർ എഫിഷ്യൻറ്റ് ആൻഡ് ഫാസ്റ്റ്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സും പവർഫുൾ ഓപ്പറേറ്റേഴ്സും ഒക്കെ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിക്കകത്ത് വെറും 32 കീവേഡ്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പഠിക്കാനാണെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഇത് പോർട്ടബിൾ ആണ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് കൊണ്ട് ഇത് റിച്ച് ആണ്. വേണമെങ്കിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഇതിനകത്ത് എഴുതാനായിട്ട് സാധിക്കും. സിക്ക് അകത്തുള്ള സിയുടെ മെയിൻ പവർ എന്ന് പറയുന്നത് അതിലുള്ള പോയിന്റേഴ്സ് ആണ്. പോയിന്റേഴ്സ് എന്ന കോൺസെപ്റ്റ് ആണ് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ. ഇനി നമുക്ക് ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ സെക്ഷൻ കാണും. ദെൻ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്, then global declaration section, then main function section അകത്ത് നമുക്ക് ഡിക്ലറേഷൻ പാർട്ട് കാണും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പാർട്ട് കാണും. ഓക്കെ. ഇത് മെയിൻ ഫംഗ്ഷൻ അകത്ത്. സിമിലർലി നമ്മൾ പറഞ്ഞു പ്രൊസീജറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ നമുക്ക് പെർഫോം ചെയ്യേണ്ട ടാസ്ക് എങ്കിൽ അതിനെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിനകത്തൊരു സബ് പ്രോഗ്രാം സെക്ഷൻ കാണും. ഈ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറയുമ്പോൾ ദിസ് വിൽ കണ്ടെയ്ൻ ഡിഫറെന്റ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഓക്കെ. സോ മെയിൻ ആയിട്ട് ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ കമന്റ്സ് അല്ലെങ്കിൽ റിമാർക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. സി നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. സോ അതിനെക്കുറിച്ചുള്ള എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഓരോ കോൺസെപ്റ്റ്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഡയറക്റ്റ് സിയുടെ സ്ട്രക്ചർ ആണ് പറയുന്നത്. അപ്പൊ ഒരു ഡോക്യുമെന്റേഷൻ സെക്ഷൻ കാണും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിലെ ഈ പറയുന്ന
ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ബേസിക്കലി കമന്റ്സ് അല്ലെങ്കിൽ റിമാർക്സ് ആയിരിക്കും. പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കമന്റ്സ് ആയിട്ടായിരിക്കും അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലൈക്ക് പ്രോഗ്രാമിന്റെ പേര്, ആരാണ് എഴുതിയിട്ടുള്ളത്, ഡേറ്റ് ആൻഡ് ടൈം, പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതെല്ലാം കമന്റ്സ് ആണ്. സിംഗിൾ ലൈൻ കമന്റ് സിക്കകത്ത് നമ്മൾ // യൂസ് ചെയ്തിട്ട് എന്ത് ടെക്സ്റ്റ് എഴുതിയാലും കമന്റ് ആയിട്ട്, സിംഗിൾ ലൈൻ കമന്റ് ആയിട്ടും, /* സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് എന്ത് കണ്ടന്റ് എഴുതി // വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള കണ്ടന്റും കമന്റ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്താണ് കമന്റ്സ്? നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ കമന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കമന്റ്സ് നമുക്ക് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. എവിടെ കൊടുത്താലും കുഴപ്പമില്ല. ഇറ്റ് വിൽ ബി നോൺ എക്സിക്യൂട്ടബിൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെക്ഷൻ ഇൻ എ സി പ്രോഗ്രാം. ഓക്കെ, ഇനി ആ ഡോക്യുമെന്റേഷൻ സെക്ഷൻ കഴിഞ്ഞിട്ട് വെച്ചാൽ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. അതിനെ നമുക്ക് വേണമെങ്കിൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ ഫയൽ ഇൻക്ലൂഷൻ സെക്ഷൻ. നമുക്ക് എന്തെങ്കിലും ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ദെൻ വരുന്നതാണ് ഡെഫിനിഷൻ. സി, ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് പ്രോസസ് ദ സോഴ്സ് കോഡ് ബിഫോർ ഇറ്റ് പാസസ് ത്രൂ ദ കമ്പൈലർ. നമ്മുടെ പ്രോഗ്രാം കമ്പൈലറിലോട്ട് കൊടുക്കുന്നതിന് മുൻപ് തന്നെ സോഴ്സ് കോഡിനെ പ്രോസസ്സ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രീ പ്രോസസർ എന്ന് പറയുന്നത്. ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രീ പ്രോസസർ എന്ത് ചെയ്യും? അതിനെ അങ്ങ് എക്സാമിൻ ചെയ്യും. ഏതെങ്കിലും ഡയറക്റ്റീവ് ഈ സോഴ്സ് കോഡിനകത്ത് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഡയറക്റ്റീവ്സ് പ്രസന്റ് ആണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഇറ്റ് വിൽ ബി ടേക്കൺ. ഓക്കെ, സോഴ്സ് കോഡ് കമ്പൈലറിലോട്ട് പാസ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും. ഈ പ്രോസസർ ഡയറക്റ്റീവ്സ് യൂഷ്വലി ബിഗിൻസ് വിത്ത് എ ഹാഷ് സിമ്പിൾ. ഇപ്പൊ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് ആണ്, പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹാഷ് സിമ്പിൾ. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നത് അനദർ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹാഷ് സിമ്പിൾ. നമുക്ക് 3 തരത്തിലുള്ള പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് ഈ പറയുന്ന ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ്. ഓക്കെ, ഇത് നമുക്ക് കോൺസ്റ്റൻസോ ഫോർമുലാസോ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹാഷ് ഡിഫൈൻ x20. എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എക്സിന്റെ എല്ലാ ഒക്കറൻസസും എന്ത് ചെയ്യും? 20 വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ഈ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൗ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഫയൽ ഇൻക്ലൂഷൻ. അതാണ് ഹാഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫയൽ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, ഹെഡർ ഫയൽസോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഫയൽ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലാണ് ഈ ഫയൽ ഇൻക്ലൂഷൻ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നും പറഞ്ഞ് നമ്മൾ ഈ ഒരു ലൈൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കോഡിനകത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എൻറ്റയർ കണ്ടന്റ്സ് ഓഫ് ദിസ് ഫയൽ, ഏത് ഫയൽ? stdio.h will be inserted into the source code. സോഴ്സ് കോഡിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരിക്കാം. Now the third category is compiler control directive. Okay, compiler control directive. ഓക്കെ, കമ്പൈലർ കൺട്രോൾ ഡയറക്റ്റീവ്. ഹാഷ് ഇഫ് എന്ന് പറയുന്നത് കമ്പൈലർ കൺട്രോൾ ഡയറക്റ്റീവിന് പിന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ചെക്സ് ദ എക്സ്പ്രഷൻ ആഫ്റ്റർ ഹാഷ് ഇഫ്. അത് ട്രൂ ആണെങ്കിൽ ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ബിറ്റ്വീൻ ബ്രേസസ് വിൽ ബി എക്സിക്യൂട്ടഡ്. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാഷ് ഇഫ് x is equal to 10, x is equal to 10 ആണെങ്കിൽ y is equal to 20 പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഹാഷ് എൻഡ് ഇഫ് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. 10 ആണെങ്കിൽ വൈയുടെ വാല്യൂ 20 ആയിട്ട് അസൈൻ ചെയ്യും. ദിസ് വിൽ ബി എക്സിക്യൂട്ടഡ്.
അത് കമ്പൈലർ കൺട്രോൾ ഡയറക്റ്റീവ് ആണ് ഈ ഹാഷിഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ പേരുകളെല്ലാം ഓർത്തു വെക്കുക കേട്ടോ. സോ ഇതാണ് ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ആണ് സെക്കൻഡ് സെക്ഷൻ ഓഫ് എ സി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ഗ്ലോബൽ വേരിയബിൾസ്. ഗ്ലോബൽ വേരിയബിൾസിന്റെ ഡിക്ലറേഷൻ ആവാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഗ്ലോബൽ ഡിക്ലറേഷൻ അത് വേരിയബിൾസ് ആയിക്കോട്ടെ ഫങ്ഷൻസ് ആയിക്കോട്ടെ അതെല്ലാമാണ് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഈ എക്സാമ്പിളിൽ നമ്മൾ ഒരു ഫങ്ഷൻ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ കൊടുക്കുന്ന കണ്ടന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം സ്കോപ്പ് കാണും. സോ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രോഗ്രാം. അപ്പൊ ഇവിടെ കൊടുക്കുന്ന വേരിയബിൾസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ ആസ് ലോങ് ആസ് ദ പ്രോഗ്രാം ഈസ് അലൈവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻ ആണ്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സി പ്രോഗ്രാമിന് ഒരേ ഒരു മെയിൻ ഫങ്ഷനെ കാണുകയുള്ളൂ. ഈ സെക്ഷന് 2 പാർട്സ് ഉണ്ടായിരിക്കും. ഒരു ഡിക്ലറേഷൻ പാർട്ടും അതുപോലെ തന്നെ ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പാർട്ടും ഉണ്ടായിരിക്കും. ഡിക്ലറേഷൻ പാർട്ടിനകത്തായിരിക്കും നമ്മൾ ഈ എക്സിക്യൂഷൻ പാർട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ 2 പാർട്ടും ഡിക്ലറേഷനും എക്സിക്യൂഷനും ഇത് രണ്ടും ഈ ബ്രേസസിനകത്തായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. ഒരു സ്റ്റാർട്ടിംഗ് ബ്രേസ് ഒരു ക്ലോസിംഗ് ബ്രേസും കാണുമായിരിക്കും. ഈ ക്ലോസിംഗ് ബ്രേസ് കണ്ടാൽ മനസ്സിലാക്കണം ദിസ് ഇസ് ദ ലോജിക്കൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാം. മെയിൻ ഫംഗ്ഷന്റെ ക്ലോസിംഗ് ബ്രേസ് കണ്ടാൽ അത് മനസ്സിലാക്കിക്കൊള്ളണം. ഇറ്റ് ഈസ് ദ ലോജിക്കൽ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഡിക്ലറേഷൻ ആൻഡ് എക്സിക്യൂഷൻ പാർട്സ് ടെർമിനേറ്റ് വിത്ത് എ സെമികോളൻ. അത് ഓർത്തു വെക്കണം കേട്ടോ. ഇനി before we go to the next section which is subprogram section, see ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്റ് മെയിൻ ഓഫ് വോയിഡ് പറഞ്ഞ ഇന്റ് y is equal to 55 ദേ സെമികോളൻ വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. റിട്ടേൺ 0. മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രിന്റ് ഓഫിനകത്ത് ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, സം ഓഫ് y എന്ന് പറഞ്ഞിട്ട്. ആ സം ഓഫ് y എന്ന് പറയുന്ന ഫംഗ്ഷൻ വാട്ട് എവർ വാല്യൂ ഇറ്റ് റിട്ടേൺസ് ഇറ്റ് ഹാസ് ടു ബി പ്രിന്റഡ് ഹിയർ. അതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ആ സം ഓഫ് y അതൊരു സബ് പ്രോഗ്രാം സെക്ഷൻ അകത്താണ് എഴുതിയിരിക്കുന്നത്. ഇന്റ് സം ഓഫ് ഇന്റ് y എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്ന കണ്ടോ, അതാണ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു സി പ്രോഗ്രാം സ്ട്രക്ചറിൽ സബ് പ്രോഗ്രാം സെക്ഷൻ. അതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ എക്സ് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 20 പ്ലസ് വൈയുടെ വാല്യൂ ഇവിടെ 55 എന്ന് കൊടുത്തിട്ടുണ്ട്. 55 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 75 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കാം. സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതിനകത്ത് വരുന്ന ടെർമിനോളജീസ് എസ്പെഷ്യലി പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് റെലവെന്റ് ആയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, നിങ്ങൾ റീഫ്രഷ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഓൾറെഡി ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് സി പ്രോഗ്രാമിങ്ങിലെ ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സിക്ക് അകത്ത് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് അകത്ത് എന്നല്ല ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തെയും ക്യാരക്ടർ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജിന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വാലിഡ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ ആവാം, ഡിജിറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമ്പിൾസ് ഒക്കെ ആവാം. സിക്ക് അകത്ത് വരുന്ന ക്യാരക്ടർ സെറ്റിൽ മെയിൻ ആയിട്ട് ആൽഫബറ്റ്സ് കാണും. ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റേഴ്സ് ക്യാപിറ്റൽ A to Z, സ്മോൾ a to Z ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും. ദെൻ സ്പെഷ്യൽ സിമ്പിൾസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നതാണ് സ്പേസ് വരും, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ സ്ലാഷ്, പരാന്തസിസ്, സ്ക്വയർ ബ്രാക്കറ്റ്സ് വരും, കേർലി ബ്രേസസ് വരും, ഈക്വൽ ടു വരും, ഹാഷ് സിമ്പിൾ വരും, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, കോമ, അപ്പോസ്ട്രഫി വരും, അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് വരും,
പിന്നെ ഡബിൾ കോഡ്സ് വരും, ഡോളർ സിമ്പിൾ ഉണ്ട്, പിന്നെ കീബോർഡിൽ ഏതാണുള്ളത് സെമി കോളൻ, ഫുൾ കോളൻ, പെർസെൻറ്റേജ്, നോട്ട്, എക്സ്ക്ലമേഷൻ മാർക്ക്, ആംപ്രസെന്റ്, ക്വസ്റ്റ്യൻ മാർക്ക്, അണ്ടർ സ്കോർ, ടിൽഡ് ഓപ്പറേറ്റർ, പിന്നെ പിന്നെ ഏതൊക്കെയാണ് നമുക്ക് സിമ്പിൾ വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നുണ്ടായിരിക്കും, അറ്റ് ദ റേറ്റ്, അതൊക്കെ തന്നെയും സിയിൽ വരുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ദെൻ വൈറ്റ് സ്പേസസ്, വൈറ്റ് സ്പേസസ് എന്ന് പറയുമ്പോൾ ബ്ലാങ്ക് സ്പേസ് ആവാം, ഹൊറിസോണ്ടൽ ടാബ് ആവാം, ഹൊറിസോണ്ടൽ ടാബ്, carriage return, new line, form field, ഇതൊക്കെ തന്നെ ഇതിൽ വരുന്ന വൈറ്റ് സ്പേസസ് ആണ്. And C can process any of the 256 ASCII characters as data or as literals. അതുകൂടെ മൈൻഡിൽ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസിനെ നമുക്ക് ലിറ്ററൽസ് എന്നും വിളിക്കാം. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡേറ്റ ഐറ്റംസിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് പറയുന്നത്. സി 4 ടൈപ്പ് കോൺസ്റ്റൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ്, ദെൻ റിയൽ കോൺസ്റ്റൻസ്, ദെൻ ക്യാരക്ടർ കോൺസ്റ്റൻസ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റൻസ്. ഇങ്ങനെ 4 തരത്തിലുള്ള കോൺസ്റ്റൻസ് ആണ് സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് എനി ഫ്രാക്ഷണൽ പാർട്ട്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് എനി ഫ്രാക്ഷണൽ പാർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. 3 തരത്തിലുള്ള ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് decimal integer constant, then octal integer constants and hexadecimal integer constants. ഇങ്ങനെ 3 ടൈപ്പ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണ് വരുന്നത്. ഇതിൽ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ആയിരിക്കും. ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള വാല്യൂസ് കാണും അതിനകത്ത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ പറയാം വേണമെങ്കിൽ, ഇറ്റ് ഈസ് പ്രസീഡഡ് ബൈ ആൻ ഓപ്ഷണൽ മൈനസ് ഓർ പ്ലസ് സിമ്പിൾ. ഇതിനകത്ത് സ്പേസസോ കോമാസോ അല്ലെങ്കിൽ നോൺ ഡിജിറ്റ് ക്യാരക്ടേഴ്സോ ഒന്നും അലൗഡ് അല്ല. അത്തരത്തിലുള്ള കോൺസ്റ്റൻസ് ആണ് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. നമുക്ക് വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡും ആയിട്ടുള്ള കുറച്ച് ഡെസിമൽ കോൺസ്റ്റൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. സി 1 2 3, ദിസ് ഇസ് എ വാലിഡ് എക്സാമ്പിൾ. ഇതിനകത്ത് ജസ്റ്റ് ഡിജിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ദെൻ -1 2 3, ഇതും വാലിഡ് ആയിട്ടുള്ള ഒരു ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആണ്. ദെൻ 7 3 9, ദിസ് ഇസ് ഓൾസോ എ വാലിഡ് ഇൻറ്റിജർ decimal integer constant. Okay, and what about 15,700? 15,700 എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആണ്. ബട്ട് വാട്ട് ഇഫ് ഐ പുട്ട് എ കോമ ആഫ്റ്റർ ദിസ് 5? ഇവിടെ ഞാനൊരു കോമ പുട്ട് ചെയ്യുകയാണെങ്കിൽ കോമ ഈസ് നോട്ട് അലൗഡ് ഇൻ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു 0 to 9 വരെയുള്ള ഡിജിറ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ലീഡിങ് മൈനസോ പ്ലസ്സോ അത് ഓപ്ഷണൽ ആണ്. അത്രയും ക്യാരക്ടേഴ്സ് മാത്രമാണ് ഒരു ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ് വാല്യൂവിനകത്ത് അലൗഡ് ആയിട്ടുള്ളൂ. ഈ കോമ പുട്ട് ചെയ്തതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എൻ ഇൻവാലിഡ് എക്സാമ്പിൾ ഫോർ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ്. നൗ 20,000 ആണെങ്കിലോ, ദിസ് ഇസ് എ വാലിഡ് ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ്. വാട്ട് ഇഫ് ഐ പുട്ട് എ ഹൈഫൺ ഹിയർ? 20ക്ക് ശേഷം ഒരു ഹൈഫൺ ഇടുവാണെങ്കിൽ ഹൈഫൺ ഇസ് നോട്ട് അലൗഡ്. ഓക്കെ, what if I write this as $20,000? This is also not valid. Okay, ഈ ഒരു സൈഡിൽ കാണുന്നതെല്ലാം ഇൻവാലിഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഫോർ വാട്ട്? ഫോർ ഇൻറ്റിജർ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഓക്കെ, ഇതെല്ലാം ഇൻവാലിഡും ഇതെല്ലാം വാലിഡും ആണ്. നൗ നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴും അതിനകത്തും കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ആണ് വരുന്നത്. ബട്ട് കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ഫ്രം 0 to 7 only. 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് അലൗഡ് ആണ്. ആൻഡ് ദ octal integer constants will always have a leading 0. ഒരു ലീഡിങ് 0 ഉണ്ടായിരിക്കും. ദെൻ അതിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന സോ കോൾഡ് കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് വരുന്നത്. അതും 0 to 7 വരെയുള്ളതേ വരാനായിട്ട് പാടുള്ളൂ. സോ വാട്ട് ഇഫ് ഐ റൈറ്റ് 0 3 7?
Is this valid? Of course it is valid. കാരണം ഒരു ലീഡിങ് സീറോ ഉണ്ട്, 3ക്കും 0നും 7നും ഇടയിലുള്ള ഒരു നമ്പർ ആണ് then later അതിനുശേഷം ഫോളോ ചെയ്യുന്നത്. And what about 0? Simply ഞാൻ 0 എഴുതുകയാണെങ്കിൽ വാലിഡ് ആണ്. Of course it is valid. Okay. What about 0, 4, 3, 1? This is also valid. What if I write 0, 1, 2, 9? This is not valid. കാരണം 9 എന്ന് പറയുന്ന ഡിജിറ്റ് octal integer constantsൽ allowed അല്ല. കാരണം കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് allowed എന്ന് പറയുന്നത് 0 through 7 വരെയുള്ളതേ പറ്റുള്ളൂ. 9 is not allowed. So this is an invalid example. Now, what about 200? 200 possible alla. 200 possible aanu, but if I put a leading zero over here, but unfortunately we don't have a leading zero over here, so this is an invalid example. And what about $2000? This is invalid. E symbol allowed alla, dollar sign is not allowed. Okay, so that is also invalid. Now, third one ennu parayunnathu hexadecimal integer constants. ഇതെന്ന് പറയുന്നത് a sequence of digits preceded by 0x, ലീഡിങ് ക്യാരക്ടേഴ്സ് 0യും എക്സും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഹെക്സാഡെസിമൽ ഇൻറ്റിജർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 0 to 9 വരെയുള്ള ഡിജിറ്റ്സിന്റെ കോമ്പിനേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ A to capital A to F അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ A to F ഈ ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷനും ആവാം. ഓക്കെ, ലെറ്റ് സീ ഫ്യൂ എക്സാമ്പിൾസ്. സി 0x2 ഇത് വാലിഡ് ആണോ? ആണ് അല്ലെ. 0x ലീഡ് ചെയ്യുന്നുണ്ട്, 2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനിൽ വരുന്നതാണ്. Now what about 0x9f, small letter f, valid ആണോ? Of course it is valid. What about 0xaa? This is also valid. Now what about AA, simply AA, not valid. Leading 0x ഇതിനകത്ത് ഇല്ല, leading 0x missing. And what about OXG? G is not allowed അല്ലേ. Then what about XA? Leading 0 is missing അല്ലേ. So this is also invalid example only. ഓക്കെ, അപ്പൊ ഇന്റിജർ കോൺസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്റിജർ കോൺസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചൊരു നമ്പർ തന്നേക്കാം, അല്ലെങ്കിൽ തന്നിട്ടുള്ള നമ്പേഴ്സിൽ വാലിഡ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്. അപ്പൊ അതിൽ ഇന്റിജർ കോൺസ്റ്റൻസ് ഈ ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റോ ഒക്ടൽ ഇന്റിജർ കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റോ തന്നേക്കാം. അപ്പൊ അതിന്ന് നമുക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് അറിയണം വിച്ച് വൺ ഇസ് വാലിഡ് ആൻഡ് വിച്ച് വൺ ഇസ് ഇൻവാലിഡ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇന്റിജർ കോൺസ്റ്റൻസിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നൗ ലെറ്റ്സ് സീ അബൌട്ട് റിയൽ കോൺസ്റ്റൻസ്. റിയൽ കോൺസ്റ്റൻസിനെ നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻസ് എന്നും പറയാം. റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ഹാവിങ് ഫ്രാക്ഷണൽ പാർട്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് ഫോമിൽ ഉണ്ടാവാം. ഒന്നാമത്തത് ഫ്രാക്ഷണൽ ഫോം. ഈ ഫ്രാക്ഷണൽ ഫോമിനെ നമുക്ക് ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറയാം. ആൻഡ് ഈ ഫ്രാക്ഷണൽ ഫോമിനകത്ത് രണ്ട് ഫോംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഫ്രാക്ഷണൽ ഫോം ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെസിമൽ നൊട്ടേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സൈൻഡ് ഓർ അൺസൈൻഡ് ഡിജിറ്റ്സ് ഇൻക്ലൂഡിങ് എ ഡെസിമൽ പോയിന്റ് ബിറ്റ്വീൻ ഡിജിറ്റ്സ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സേ 2.0. ഈസ് ദിസ് എ വാലിഡ് റിയൽ കോൺസ്റ്റന്റ്? ഫ്രാക്ഷണൽ ഫോമിലുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള റിയൽ കോൺസ്റ്റന്റ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അല്ലേ. ഫ്രാക്ഷണൽ ഫോമിലാണ്, അതായത് അൺസൈൻഡ് ഡിജിറ്റ്സ് ആണ്, ഇൻക്ലൂഡിങ് എ ഡെസിമൽ പോയിന്റ് ആണ് അല്ലേ. നൗ വാട്ട് അബൌട്ട് 17 point? This is valid. Now what about 0.3? This is also a valid real constant which is in a fractional form. ഇനി വേറൊരു നമ്പർ നോക്കുകയാണെങ്കിൽ സേ സിംപ്ലി 7 വാലിഡ് ആയിട്ടുള്ള ഒരു റിയൽ കോൺസ്റ്റന്റ് ആണോ വിച്ച് ഇസ് ഇൻ ഫ്രാക്ഷണൽ ഫോം? നോ, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് അല്ലേ. ഇതിനകത്ത് ഡെസിമൽ പോയിന്റ് കാണുന്നില്ല. സോ ദിസ് കനോട്ട് ബി കൺസിഡർഡ് ആസ് എ വാലിഡ് റിയൽ കോൺസ്റ്റന്റ്. നൗ വാട്ട് അബൌട്ട് 7.8? Alphabet is not allowed in real constants, so this is not a valid example. This is invalid only. Now what about plus 17/2? Illegal symbols എല്ലാം വന്നിരിക്കുകയാണ് അല്ലേ. So this is an invalid example. Okay, hope you got this point. Now let's check about the second form which is known as exponent form. ഇത്
നമ്മൾ ഇതാണ് സയന്റിഫിക് നൊട്ടേഷൻ ആക്ച്വലി. ഓക്കെ, റിയൽ കോൺസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യാനുള്ള സയന്റിഫിക് നൊട്ടേഷൻ ആണ് എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. സോ ഈ എക്സ്പൊണന്റ് ഫോമിനകത്ത് രണ്ട് ഭാഗം ഉണ്ടായിരിക്കും. ഒരു മാന്റിസ എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ എക്സ്പൊണന്റ് എന്ന് പറയുന്ന ഭാഗവും. ഇതിനകത്ത് മാന്റിസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ നൊട്ടേഷൻ, അല്ലെങ്കിൽ റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ വാട്ട് വി സേ ഇൻറ്റിജർ ഫോമാറ്റ്. ഓക്കെ, ഡെസിമൽ നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു റിയൽ നമ്പർ ആണ് മാന്റിസ എന്ന് പറയുന്നത്. ദെൻ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ ഇൻറ്റിജർ നമ്പർ വിത്ത് ആൻ ഓപ്ഷണൽ പ്ലസ് ഓർ മൈനസ് സൈൻ. ഓക്കെ, ഈ മാന്റിസേനെയും എക്സ്പോണന്റിനെയും നമ്മൾ ഇടയിൽ ഒരു ഇ, ക്യാപിറ്റൽ ഇ ആവാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഇ ആവാം, യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. This letter capital E or small e separates mantissa and the exponent. Okay, അപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സേ 216.55. ഇതിന് എനിക്ക് എക്സ്പോണന്റ് ഫോമാറ്റിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, 2.1655E2 എന്നുള്ളത്. This is in exponential notation. This is a valid exponential notation. What about 0.65E4? Is this valid? ഇത് മാന്റിസ. ഇതിന്റെ ലെഫ്റ്റിലുള്ളത് മാന്റിസയും റൈറ്റിലുള്ളത് എന്തായിരിക്കും, എക്സ്പോണന്റും ആയിരിക്കും. മാന്റിസ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാക്ഷണൽ ഫോം അല്ലെങ്കിൽ ഡെസിമൽ നൊട്ടേഷനിലുള്ള ഒരു റിയൽ നമ്പർ ആണ് അല്ലെ. ഡെസിമൽ നൊട്ടേഷൻ അല്ലേ ഇത് ഫോളോ ചെയ്യുന്നത്? അതെ, ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഫ്രാക്ഷണൽ ഫോമിലാണ് വരുന്നത്. ഇതിന്റെ റൈറ്റിലുള്ളത് എന്ന് പറയുന്നത് എക്സ്പോണന്റ് ആണ്. അതെന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഓപ്ഷണൽ ആയിട്ടുള്ള പ്ലസോ മൈനസോ ഇവിടെ വന്നേക്കാം, ഈ റൈറ്റ് സൈഡിൽ വന്നേക്കാം. സോ ഇവിടെ ഓപ്ഷണൽ ആണ് സൈൻ, അതുകൊണ്ട് പ്ലസും മൈനസും ഇട്ടിട്ടില്ല, സിംപ്ലി ആ നമ്പർ ഇൻറ്റിജർ വാല്യൂ ഇട്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് വാലിഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വാട്ട് അബൌട്ട് സേ 12E -2? ഇതും വേണമെങ്കിൽ നമുക്ക് പറയാം ദിസ് ഇസ് എൻ ഈ ഒരു എക്സ്പോണന്റ് ഈ എന്ന് പറയുന്ന സിമ്പിളിന്റെ ലെഫ്റ്റിലുള്ള വാല്യൂ മാന്റിസ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ഫോമാറ്റിലാണ്. നമുക്ക് ഡെസിമൽ നൊട്ടേഷനിലും റെപ്രസെന്റ് ചെയ്യാം, ഇൻറ്റിജർ ഫോമാറ്റിലും റെപ്രസെന്റ് ചെയ്യാൻ റിയൽ നമ്പറിനെ. ഓക്കെ, മാന്റിസയുടെ കാര്യത്തിലാണ് പറയുന്നത്. സോ ദിസ് ഇസ് വാലിഡ്. വാട്ട് അബൌട്ട് ദ റൈറ്റ് സൈഡ്? റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ -2, മൈനസ് സൈൻ ഇട്ടിട്ടുണ്ട്, ഇൻറ്റിജർ വാല്യൂ ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓഫ് കോഴ്സ് വാലിഡ് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 1.5E +5. നോക്കിയേ, ഇവിടെ നമ്മൾ ഡെസിമൽ നൊട്ടേഷൻ ആണ് കാണുന്നത്. ഈടെ ലെഫ്റ്റില്, ഈടെ റൈറ്റില് +5 അല്ലെ, ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. സോ ദിസ് ഇസ് ഓൾസോ വാലിഡ്. ആൻഡ് വാട്ട് അബൌട്ട് 1.5E 3.4? ഇത് വാലിഡ് ആണോ? ഇത് വാലിഡ് ആവാൻ ചാൻസ് ഇല്ല. മാന്റിസ ഓക്കെ ആണ്, പക്ഷെ എക്സ്പോണന്റിന്റെ പാർട്ട് നിങ്ങൾ നോക്കൂ, ഹിയർ കംസ് എ ഡെസിമൽ നൊട്ടേഷൻ. ഇവിടെ ഇൻറ്റിജർ വാല്യൂ ആയേ പറ്റുള്ളൂ നമുക്ക്. സോ ദിസ് ഇസ് ഇൻവാലിഡ്. എക്സ്പോണന്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. സോ ദിസ് ഈസ് ആൻ ഇൻവാലിഡ് നൊട്ടേഷൻ. നൗ വാട്ട് അബൌട്ട് വാട്ട് വി സേ E45? ഇത് വാലിഡ് ആണോ? നോ, ഇറ്റ് ഇസ് നോട്ട് വാലിഡ്. കാരണം ഇതിനകത്ത് മാന്റിസ മിസ്സിംഗ് ആണ് അല്ലെ, മാന്റിസ പാർട്ട് മിസ്സിംഗ് ആണ്. സോ ദിസ് ഇസ് എൻ ഇൻവാലിഡ് എക്സാമ്പിൾ. ഓക്കെ, ഇനി റിയൽ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ചെക്ക് ദ നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ക്യാരക്ടർ കോൺസ്റ്റൻസ്. ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ ഒരു പെയർ ഓഫ് സിംഗിൾ കോഡ്സിനിടയിൽ എൻക്ലോസ് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഓരോ ക്യാരക്ടർ കോൺസ്റ്റന്റിനും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആസ്കി വാല്യൂ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, സേ ഞാൻ കോഡ്സിനകത്ത് സ്മോൾ ലെറ്റർ എ എഴുതുവാണെങ്കിൽ ദിസ് ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്, വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഇതിന്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 97 ആയിരിക്കും. ഓക്കെ, സിമിലർലി എല്ലാ ക്യാരക്ടർ കോൺസ്റ്റന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആസ്കി വാല്യൂ കാണും. ഞാനിപ്പോ സിംഗിൾ കോഡ്സിനകത്ത് 5 ഇടുവാണെങ്കിൽ ദിസ് ഈസ് എ വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്, ബട്ട് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് സെയിം ആസ് നമ്പർ 5. ഈ 5 എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് സെയിം ആസ് നമ്പർ 5. ഓക്കെ, ഡിഫറെന്റ് ആണ്. ഇതിനൊരു ആസ്കി വാല്യൂ കാണും. നമുക്ക് വാലിഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ 5 വാലിഡ് ആണ് അല്ലെ.
ഇനിയിപ്പോൾ ഞാൻ സിംപ്ലി ഒരു എക്സ് സ്മോൾ ലെറ്റർ എക്സ് സിംഗിൾ കോട്ട്സിന് ദാറ്റ് ഈസ് ഓൾസോ വാലിഡ്. ഞാൻ സിംപ്ലി സെമി കോളൻ ഇടുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ വാലിഡ്. ഓക്കെ, ഒരു ക്യാരക്ടർ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് സിംഗിൾ കോട്ട് മാർക്സ്, അതാണ് ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് അബൌട്ട് ദിസ് വൺ FF, ഇത് വാലിഡ് ആണോ? അല്ല. മോർ ദാൻ വൺ ക്യാരക്ടർ ഈസ് നോട്ട് അലൗഡ്. ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് വന്നിരിക്കുകയാണ്. സോ ദിസ് ഈസ് എൻ ഇൻവാലിഡ് എക്സാമ്പിൾ. വാട്ട് അബൌട്ട് ദിസ് വൺ? സിംഗിൾ ക്യാരക്ടർ ആണ്, ബട്ട് ഡബിൾ കോട്ട്സിന് ഇടയിലാണ് നമ്മൾ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ കോട്ട്സ് ഇസ് നോട്ട് അലൗഡ്. ദിസ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. നൗ വാട്ട് അബൌട്ട് ദിസ് വൺ? നോ സിംഗിൾ കോട്ട്സ് അറ്റ് ഓൾ, അതായത് സിംഗിൾ കോട്ട്സ് മിസ്സിംഗ് ആണ് ഇവിടെ. സോ ദിസ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. Okay, hope this is clear for you. Now, what about string constants? String constants എന്ന് പറയുമ്പോൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ കോട്ട്സിനകത്തായിരിക്കും എൻക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദിസ് ഈസ് എ വാലിഡ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് എ വാലിഡ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. Now, this is a valid string constant. Okay. ഇനി say ABC. ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിലോ മിസ്സിംഗ് ഡബിൾ കോട്ട്സ്. സോ ദിസ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ വാലിഡ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇൻവാലിഡ് എക്സാമ്പിൾ ഓൺലി. നൗ വാട്ട് അബൌട്ട് സിംഗിൾ കോട്ട്സിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇത് എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സിംഗിൾ കോട്ട്സ് ഇസ് നോട്ട് അലൗഡ്. ഡബിൾ കോട്ട്സിനകത്ത് വേണം സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദീസ് ടു ആർ നോട്ട് വാലിഡ്, ഇൻവാലിഡ് ആണ്. ഇത് മൂന്നും വാലിഡ് ആണ്. ഓക്കെ, സോ കോൺസ്റ്റൻസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, എക്സാമ്പിൾസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കോൺസ്റ്റന്റ് അല്ലാത്തത്, ഇൻവാലിഡ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഏതാണ്, അങ്ങനെ ചിലപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു മിക്സ് വന്നേക്കാം. ചിലപ്പോൾ ഇൻഡിജർ കോൺസ്റ്റൻസ് മാത്രമായിട്ട് വന്നേക്കാം. ഓക്കെ, സോ യു നീഡ് ടു നോ അബൌട്ട് ദിസ്. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഐഡന്റിഫയർ. പ്രോഗ്രാമിലെ ഏത് എലമെന്റും ആയിക്കോട്ടെ അതിന് നമ്മൾ ഒരു പേര് കൊടുക്കും. ഇറ്റ് ക്യാൻ ബി എന്താ പറയാ വേരിയബിൾസ് ആവാം, ഫംഗ്ഷൻ നെയിംസ് ആവാം, അങ്ങനെ ദ നെയിം ഗിവൺ ടു എനി പ്രോഗ്രാം എലമെന്റ്, അതിനെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഐഡന്റിഫയർ. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വേരിയബിൾസിന് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂസ് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ്. ഈ ഐഡന്റിഫയേഴ്സ് നെയിം ചെയ്യുന്നതിന് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ഐഡന്റിഫയേഴ്സ് നെയിം ചെയ്യുമ്പോൾ ഉള്ള റൂൾസ് ആണ് പറയുന്നത്. സിൻസ് വേരിയബിൾസ് ആർ ഐഡന്റിഫയേഴ്സ്, ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു വേരിയബിൾസ് ആസ് വെൽ. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, ദെൻ അണ്ടർസ്കോർ, ഹൈഫൺ അല്ല അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഇതിന്റെ ഏതിന്റെങ്കിലും കോമ്പിനേഷൻ ആയിരിക്കണം ഐഡന്റിഫയേഴ്സ്. വേരിയബിൾസ് ആണെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കണം. ഐഡന്റിഫയർ നെയിം cannot start with a digit. നെക്സ്റ്റ് റൂൾ ആണ്. ഓക്കെ, ഒരു ഡിജിറ്റ് വെച്ചിട്ട് ഐഡന്റിഫയർ നെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ കീവേഡ്സ്, certain റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. 32 കീവേഡ്സ് സി പ്രോഗ്രാമിലുണ്ട്, സി ലാംഗ്വേജിലുണ്ട്. അത് നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കീവേഡ്സ് cannot be used as an identifier. Now, uppercase and lowercase letters are distinct. Uppercase and lowercase are distinct. അത് ഓർത്ത് വെക്കണം. See, so age and age both are different. ഇങ്ങനെ രണ്ട് നെയിംസ് നമ്മൾ ഐഡന്റിഫയേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ലെറ്റ്സ് സീ ഫ്യൂ വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സേ AB2, ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? നമുക്ക് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡിജിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. So it doesn't matter. It doesn't start with a digit. ഇതൊരു കീവേഡ് അല്ല. So this is a valid identifier. Now what about AB_C? ഇത് വാലിഡ് ആണോ? ഓഫ് കോഴ്സ് വാലിഡ് ആണ് അല്ലേ? ഇതിനകത്ത്
ഇതെന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതൊരു കീവേഡ് അല്ല. സോ ദിസ് ഇസ് വാലിഡ്. ആൻഡ് വാട്ട് അബൌട്ട് ABC? ദിസ് ഇസ് ഓൾസോ വാലിഡ്. നൗ വാട്ട് അബൌട്ട് സേ I'm writing data hyphen REC. Is this valid? Hyphen is not allowed. Underscore ആയിരുന്നെങ്കിൽ okay ആയിരുന്നു. So this is an invalid identifier. What about to age? Is this valid? No, this cannot be valid because it starts with a digit. Identifiers can never start with a digit. Okay. So this is an invalid identifier. Now, what about this? Int. This we cannot use this because int is a reserved keyword in C language. So this is an invalid identifier. Now, what about my file? My space file. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു റൂളായിട്ട് ആഡ് ചെയ്യാം. ബട്ട് സിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആൽഫാബറ്റിക് ക്യാരക്ടേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും മാത്രമാണ് നമ്മൾ ഐഡന്റിഫയർ നെയിംസിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്പേസ് അലൗഡ് അല്ല. സ്പേസ് എന്നല്ല, വേറെ ഏത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അലൗഡ് അല്ല. സോ ദിസ് ഇസ് എൻ ഇൻവാലിഡ് ഐഡന്റിഫയർ ഓൺലി. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ്? ഐഡന്റിഫയേഴ്സ് അല്ല, വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ തന്നെയാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു വേരിയബിളിന് നമുക്ക് പല വാല്യൂസ് കൊടുക്കാനായിട്ട് സാധിക്കും. സിസ്റ്റത്തിനകത്തെ മെമ്മറി ലൊക്കേഷനെയാണ് ഒരു വേരിയബിൾ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആ മെമ്മറി ലൊക്കേഷനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഐഡന്റിഫയേഴ്സിന് നെയിം ചെയ്യുന്ന സെയിം റൂൾസ് വേരിയബിൾസിനും ബാധകമാണ്. എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ വേരിയബിൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സിന്റാക്സ് ടൈപ്പ് ഏതാണെങ്കിൽ, ഡേറ്റ ടൈപ്പ് ഏതാണെങ്കിൽ അത് പറയാം. ദെൻ വേരിയബിൾ നെയിം നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പറയാ. ദെൻ സെമിക്കോളൻ ഇടുക. ദിസ് ഇസ് ഹൗ വി ഡിക്ലെയർ എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഇന്റിജർ വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റ് നമ്പർ എന്നും പറഞ്ഞിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇതിന്റെ അർത്ഥം നമ്പർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് വിച്ച് ക്യാൻ സ്റ്റോർ what we say integer type value. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇന്റിജർ എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ഡിക്ലറേഷനും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് സി ഈസ് റിച്ച് ഇൻ ഇറ്റ്സ് ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസിന് കൊടുക്കുന്ന ഒരു നെയിമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ കോമൺ പ്രോപ്പർട്ടി. അതൊരു കോമൺ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു ടൈപ്പ് ഓഫ് ഡേറ്റ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സിക്ക് അകത്ത് 2 ടൈപ്പ് ഡേറ്റ ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സും. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് സിക്ക് അകത്ത് വരുന്നത് char, int, float and double. ഇങ്ങനെ 4 എണ്ണമാണ് സിക്ക് അകത്തെ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്. ഓക്കെ, നൗ കമ്മിങ് ടു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. അറേസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, പോയിന്റേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രക്ചേഴ്സ്, യൂണിയൻസ്, enumerated ഡേറ്റ ടൈപ്സ്. ഇതൊക്കെ തന്നെയും ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഒന്ന് പറഞ്ഞു പോവാം. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിൽ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് ഏതായിരുന്നു? ഇന്റിജർ ടൈപ്പ് അല്ലെ. ഇന്റിജർ ഒരു ബേസിക് ഡേറ്റ ടൈപ്പ് ആണ്. ഇന്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിക്കകത്ത് ഇന്റിജർ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത ഏത് ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ഇന്റിലോട്ട് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്റിജറിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റിജർ ഒരു 1 വേർഡ് ഓഫ് സ്റ്റോറേജ് ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരിക്കുക.
സോ ഒരു ഇന്റിജറിന്റെ സൈസ് എത്രയാണ് എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എത്രയാണ് ഇന്റിജറിന്റെ സൈസ് വരുന്നത് എന്നുള്ളത് ദാറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ ഓൺലി. ഓക്കെ, അപ്പൊ ഇന്റിജർ വാല്യൂ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റ് എന്ന കീവേഡ് പറയുന്നു. ദെൻ നമ്മുടെ വേരിയബിൾ നെയിം എന്താണെന്ന് വെച്ചാൽ ആ വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഫോർ എക്സാമ്പിൾ ഇന്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വേരിയബിള് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ഡിക്ലെയർ ഇന്റിജർ വേരിയബിൾസ്. ഓക്കെ, സിക്ക് അകത്ത് ഡിഫറെന്റ് ഇന്റിജർ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇന്റ് അല്ലെങ്കിൽ സൈൻഡ് ഇന്റ്, then unsigned int, then short int, signed short int, then we have signed short int, unsigned short int alle, unsigned short int. Then we have long int, അല്ലെങ്കിൽ ലോങ് ഇന്റ് ആണെങ്കിൽ ഓർ നമുക്ക് വേണമെങ്കിൽ പറയാം സൈൻഡ് ലോങ് ഇന്റ്. ഇത് രണ്ടും സെയിം ആണ്. ലോങ് ഇന്റ് അല്ലെങ്കിൽ സൈൻഡ് ലോങ് ഇന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ദർ ഈസ് അൺസൈൻഡ് ലോങ് ഇന്റ്. സി ഈ പറയുന്ന കീവേഡ്സ് ഏതൊക്കെ നമ്മളിപ്പോ കണ്ടല്ലോ. ഏതൊക്കെയാണ്? അൺസൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, അതുപോലെ ലോങ്. ഇതൊക്കെ ഈ ബേസിക് ടൈപ്പ് ഉണ്ടല്ലോ, ഈ ബേസിക് ഇന്റിജർ വാല്യൂവിന് മീനിങ് കൊടുക്കുന്ന കീവേഡ്സ് ആണ്. ഇതിനെയെല്ലാം നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ക്വാളിഫയേഴ്സ്. ഈ ക്വാളിഫയേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാൻ കഴിയും, എത്ര റേഞ്ച് ഓഫ് വാല്യൂസ് ഈ പറയുന്ന പിന്നെ വേരിയബിൾ, ഈ പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് വേരിയബിൾ ആണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിലോട്ട് അസൈൻ ചെയ്യാൻ കഴിയും എന്നതിലാണ് ഈ ഡിഫറൻസ് വരുന്നത്. സേ ഇപ്പൊ നമ്മള് ഇന്റ് അല്ലെങ്കിൽ സൈൻഡ് ഇന്റ് സേ ഒരു 2 ബൈറ്റ്സ് ആണെന്ന് വിചാരിക്കാം. ഇത് 2 ബൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു 2 ബൈറ്റ്സ് ആണ് ഇന്റ് അല്ലെങ്കിൽ സൈൻഡ് ഇന്റിന്റെ സൈസ് എങ്കിൽ നമുക്കൊരു -32,768 തൊട്ട് ഒരു മേ ബി 32,767 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് ഈ ഇന്റ് അല്ലെങ്കിൽ സൈൻഡ് ഇന്റ് യൂസ് ചെയ്തിട്ട് 2 ബൈറ്റ്സ് ആണ് സൈസ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും റേഞ്ച് വാല്യൂസ് ഇത് വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിൽ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. But in case of unsigned int, say it is also of size 2 bytes. അതിനകത്ത് നമുക്ക് 0 to 65,535 വരെയുള്ള റേഞ്ചസ് ആണ്. ആസ് അൺസൈൻഡ് ആണ് ആ ഇൻഡിജർ വാല്യൂ എന്ന് പറയുന്നത്. നെഗറ്റീവ് വാല്യൂസ് പറ്റില്ല. സൈൻഡ് അല്ല. സൈൻഡ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂം പോസിറ്റീവ് വാല്യൂം നമ്മൾ കൊടുക്കുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് അൺസൈൻഡ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്മുടെ സൈസ് 2 ബൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 0 to 65,535 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് നമുക്ക് അങ്ങനെ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു വേരിയബിളിലോട്ട്. സോ അതാണ് ഈ പറയുന്ന ക്വാളിഫയേഴ്സ് ആഡ് ചെയ്താലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് അല്ലേ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഫ്ലോട്ടിംഗ് റിയൽ കോൺസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫോംസ് ഉണ്ടായിരുന്നു അല്ലെ. അതില് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫോം ആയിരുന്നു. അതിനകത്ത് നമുക്ക് മാൻറ്റിസിയം, എക്സ്പോണൻഷ്യൽ അങ്ങനെ 2 പാർട്ട് വരുന്നുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആക്ച്വലി ഫ്ലോട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് സിക്കകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ഫ്ലോട്ട് കേട്ടോ. ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് എന്താണോ വേരിയബിൾ നെയിം അത് പറയുക, അത്രേ ഉള്ളൂ. ഓക്കെ,
ദെൻ നമുക്ക് ഡബിൾ ടൈപ്സ് വരുന്നുണ്ട്. ഫ്ലോട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ നെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് ആണ് ഡബിൾ എന്ന് പറയുന്നത്. ഡബിളിനകത്ത് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്ക് ഈ ഡബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡബിൾ ഡേറ്റ ടൈപ്പ് ഫ്ലോട്ടിന് എത്രത്തോളം മെമ്മറി ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുമോ അതിന്റെ ഇരട്ടി സ്പേസ് ഡബിളിന് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഡബിൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, നമ്മുടെ വേരിയബിൾ നെയിം പറയാ, അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഏതായിരുന്നു നമ്മൾ പറഞ്ഞ ഇൻറ്റ് ഫ്ലോട്ട് ഡബിൾ ക്യാരക്ടർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു സിംഗിൾ ബൈറ്റ് നമുക്കൊരു ക്യാരക്ടർ ടൈപ്പ് ഡേറ്റ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാരക്ടേഴ്സ് യൂഷ്വലി 8 ബിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്റേണൽ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിനകത്ത് നമ്മൾ പിന്നെ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിൾ നെയിം എന്താ വെച്ചാൽ ആ വേരിയബിൾ നെയിം കൊടുക്കുക, സിംപ്ലി അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് പറയണേക്കാൾ മുന്നേ ദർ ഈസ് എ സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പും ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പും കൂടാതെ ഒരു സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ആ സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് ആണ് വോയിഡ് എന്ന് പറയുന്നത്. ഒരു എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഒരു ഫംഗ്ഷനകത്ത് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ അന്നേരമാണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്, എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. ജസ്റ്റ് വോയിഡ് ഫംഗ്ഷൻ നെയിം പറയാ, അത് ജസ്റ്റ് ആ ഫംഗ്ഷനകത്ത് പ്രിന്റ് എഫ് ഹലോ കൊടുക്കുകയാണെങ്കിൽ വോയിഡ് റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ല എങ്കിൽ സിംപ്ലി ഐ ക്യാൻ യൂസ് വോയിഡ്. ഓക്കെ, ഇനി ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഡേറ്റ ടൈപ്സ് ഡിക്ലറേഷൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് മറ്റ് ടൈപ്പുകൾ. അതിനെയാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അറേസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്, അറേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഫങ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, കോൺസ്റ്റന്റ് ഇതിനകത്താണ് വരുന്നത്. ദെൻ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് വരുന്നുണ്ട്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡിഫൈൻഡ് ബൈ ദ യൂസർ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്. അതിൽ വരുന്നതാണ് സ്ട്രക്ചർ, യൂണിയൻ, എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്, ഇനം, അതൊക്കെ. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് അതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒരു പ്രോഗ്രാമിനകത്തുള്ള സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. സിക്കകത്ത് ബേസിക്കലി 6 ടൈപ്സ് ഓഫ് ടോക്കൺസ് ആണ് വരുന്നത്. കീവേഡ്സ് ഉണ്ടായിരിക്കും അതിൽ. ഐഡന്റിഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും അതിനകത്ത്, കോൺസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു. ദെൻ സ്ട്രിങ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്പെഷ്യൽ സിംബൽസ്, ദെൻ ഓപ്പറേറ്റേഴ്സ്. അതിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. കീവേഡ്സ് എന്ന് പറയുമ്പോൾ റിസർവ്ഡ് വേർഡ്സ് ആണ് ഈ കീവേഡ്സ് എല്ലാം. എല്ലാ കീവേഡ്സിനും ഒരു ഫിക്സഡ് മീനിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കീവേഡ്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. ബേസിക്കലി ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഒരു കീവേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കീവേഡ്സ് ലോവർ കേസ് ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട്. സിക്കകത്ത് 32 കീവേഡ്സ് ആണ് മൊത്തത്തിൽ ഉള്ളത്. ഈ 32 കീവേഡ്സിനെ 6 നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് കാറ്റഗറൈസേഷൻ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ നമുക്കത് ഓർത്ത് വെക്കാനും പഠിച്ചു വെക്കാനുള്ള എളുപ്പത്തിൽ 6 നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. അത് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈസിലി 32 മനസ്സിൽ നിന്നോളും. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് കീവേഡ്സ്.
ഈ ഡേറ്റ ടൈപ്പ് കീവേഡ്സ് വേറൊന്നുമല്ല, char, int, float, double, void, short, long, signed, unsigned. എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8, 1, 9 എണ്ണം ഡേറ്റ ടൈപ്പ് കീവേഡ്സ് ആണ്. ഇത് നമുക്കറിയാം ബേസിക് ഡേറ്റ ടൈപ്സ് ആണ് ഇത് 4 എണ്ണം. സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് വരുന്നുണ്ട്, ദെൻ ക്വാളിഫയേഴ്സ് 4 എണ്ണം വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതാണ് ഡേറ്റ ടൈപ്പ് കീവേഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആൻഡ് യൂട്ടിലിറ്റി കീവേഡ്. അതിൽ വരുന്നതാണ് സൈസ് ഓഫ്, സ്പേസ് ഇല്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ, റിട്ടേൺ, ഗോ ടു, ദെൻ ടൈപ്പ് ഡെഫ്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ ഉള്ളത്? യെസ്. ദെൻ കൺട്രോൾ ഫ്ലോ കീവേഡ്സ്. കൺട്രോൾ ഫ്ലോ കീവേഡ്സ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഇഫ്, എൽസ്, സ്വിച്ച്, കേസ്, ദെൻ ഡിഫോൾട്ട് വരുന്നുണ്ട് അതിനകത്ത്, ദെൻ വി ക്യാൻ സേ ഫോർ ഉണ്ട്, വൈൽ ഉണ്ട്, ഫോറും വൈലും, ദെൻ ഡു വൈൽ, ഡു ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ഉണ്ട്. ഓക്കെ, ഇത് എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8, 10 എണ്ണം. 10 എണ്ണം കൺട്രോൾ ഫ്ലോ കീവേഡ്സ് ആണ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോറേജ് ക്ലാസ്. സ്റ്റോറേജ് ക്ലാസ് കീവേഡ്സ്, സ്റ്റോറേജ് ക്ലാസ്സസ് 4 എണ്ണമാണ് സിക്കകത്ത് വരുന്നത്. ഓട്ടോ വരുന്നുണ്ട്, രജിസ്റ്റർ, സ്റ്റാറ്റിക് ആൻഡ് എക്സ്റ്റേൺ. ദെൻ ഫിഫ്ത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ക്വാളിഫയേഴ്സ്. 2 ടൈപ്പ് ക്വാളിഫയേഴ്സ് ആണുള്ളത്. ഒന്ന് കോൺസ്റ്റ്, മറ്റത് വോളറ്റൈൽ. ദെൻ സിക്സ്ത് കാറ്റഗറി ആയിട്ട് നമുക്ക് യൂസർ ഡിഫൈൻഡ് ടൈപ്സ് പറയാം. അത് ഏതൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കുമോ? സ്ട്രക്റ്റ്, യൂണിയൻ ആൻഡ് ഇനം. ഇത് 3. ഓക്കെ, ഇതിനകത്ത് 3 എണ്ണം വന്നു, 2 എണ്ണം വന്നു, 4 എണ്ണം വന്നു, മൊത്തത്തിൽ 32 എണ്ണം ആയില്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മൊത്തത്തിൽ നമ്മൾ സിയുടെ കുറച്ച് ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.